ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, കുറച്ച് ടഫായിട്ടുള്ള PSC റയറായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഡിഗ്രി ലെവൽ, +2 ലെവലൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 1689 ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? 1689 ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? ആരൊക്കെയാണ്? വില്യം തേർഡും മേരി സെക്കൻഡുമാണ്. ഓക്കെ, ഇവർ രണ്ടുമാണ് എന്തെന്ന് പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ഭരണാധികാരികൾ എന്ന് പറയുന്നത്. വില്യം തേർഡ്, മേരി സെക്കൻഡ്. നോക്കിയേ, ഇംഗ്ലണ്ട് പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ് ബിൽ ഓഫ് റൈറ്റ്സ് 1689. അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിലെ ഒരു നിയമമാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ് 1689 നിയമത്തിൽ ചില അടിസ്ഥാന പൗരാവകാശങ്ങൾ സ്ഥാപിക്കുകയും കിരീടാവകാശിയായി അടുത്തത് ആരാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് ഭരണഘടനാ നിയമത്തിൽ ബിൽ ഓഫ് റൈറ്റ്സ് 1689 ഒരു നിർണായക നിയമമായി തുടരുന്നു. രാഷ്ട്രീയ സൈദ്ധാന്തികനായ ജോൺ ലോക്കിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമമാണ് ഏതെന്ന് പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ആരുടേതാണ്? ജോൺ ലോക്കിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമമാണ് ബിൽ ഓഫ് റൈറ്റ്സ്. പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്നത് പോലെ കിരീടാവകാശി ജനങ്ങളുടെ സമ്മതം തേടുന്നതിനുള്ള ഭരണഘടനാപരമായ ആവശ്യകത ബില്ല് വ്യക്തമാക്കുന്നു. പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്നത് പോലെ കിരീടാവകാശി ജനങ്ങളുടെ സമ്മതം നേടുന്നതിനുള്ള ഭരണഘടനാപരമായ ആവശ്യകത ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സ് 1689 ഡിസംബർ 16 രാജകീയ അംഗീകാരം ലഭിച്ചു. ഇതിന് രാജകീയ അംഗീകാരം ലഭിക്കുന്നത് 1689 ഡിസംബർ 16 അടുത്തത്: കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് അനുയാത്ര. ഏതാണ്? അനുയാത്ര. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കി വരുന്നതാണ് പദ്ധതിയാണ് ഏത്? അനുയാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതിയാണ് ഏത്? അനുയാത്ര. അനുയാത്രയുടെ ഭാഗമായി മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകൾ, ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങളുടെ ശാക്തീകരണം, കുട്ടികളിലെ കേൾവി വൈകല്യം പരിഹരിക്കുന്നതിനായി കാതോരം പദ്ധതി ചോദിക്കാറുണ്ട് കേട്ടോ. കുട്ടികളിലെ കേൾവി വൈകല്യം പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? കാതോരം. അട്ടപ്പാടി, മാനന്തവാടി മേഖലകളിൽ പ്രത്യേക ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് യൂണിറ്റുകൾ, മെഡിക്കൽ കോളേജുകളിൽ ഓട്ടിസം സെൻ്ററുകൾ, ഏകീകൃത തിരിച്ചറിയൽ കാർഡുകൾ, സ്പെഷ്യൽ അങ്കണവാടികൾ, അപകടങ്ങൾ മൂലമുണ്ടാകുന്ന അംഗപരിമിതികൾ പ്രതിരോധിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അംഗപരിമിത മേഖലയിൽ നിരവധി വികസന ക്ഷേമ സേവന പദ്ധതികൾ വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും സംഘടനകളും നടപ്പാക്കി വരുന്നുണ്ട്. ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹരായവരിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങൾ ഒരു ഹെൽപ്പ് ലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനം അനുയാത്രയുടെ ഭാഗമായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ 1800 120 1001. ഓക്കെ, 1800 120 1001 എന്ന അനുയാത്ര ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പറിലൂടെ അംഗപരിമിത മേഖലയിലെ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസവും ലഭ്യമാകും. ടോൾ ഫ്രീ നമ്പറൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത് നോക്കിയേ, തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലയിൽ ഡയാലിസിസ്, വൃക്ക, കരൾ അവയവങ്ങൾ മാറ്റിവയ്ക്കൽ, ശസ്ത്രക്രിയ മുതലായവയുമായി ബന്ധപ്പെട്ട് രോഗികൾക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന മാതൃകാപരമായ പദ്ധതിയാണ് ആശ്വാസ്. ആശ്വാസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പദ്ധതിയാണ് ഇത് ആശ്വാസ് എന്ന് പറയുന്നത്. അടുത്തത്: ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സംസ്ഥാന സേനകൾക്ക് ആവശ്യമായ പിന്തുണ സഹായം നൽകുന്നതിനും സേനയുടെ അസാന്നിധ്യത്തിൽ അത്യാവശ്യമായി വരുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും പൊതുസമൂഹത്തിന് പരിശീലനം നൽകി സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആപ്തമിത്ര എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോ പദ്ധതികളാണ്. ആശ്വാസ്, ആപ്തമിത്ര പഠിച്ചു വയ്ക്കുക.
എല്ലാവർക്കും അടുത്ത പദ്ധതിയാണ് എല്ലാവർക്കും താങ്ങായി പ്രാപ്യവും സമഗ്രവും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണ് ആർദ്ര മിഷൻ്റെ ലക്ഷ്യം. രോഗം ചികിത്സ എന്ന രീതിയിൽ നിന്നു മാറി ആരോഗ്യം സൗഖ്യം എന്നീ ആശയങ്ങൾക്ക് ആർദ്ര മിഷൻ പ്രചാരണം നൽകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കാനുള്ള ജനകീയ ഇടപെടലുകളും നടത്തുന്നു. ആർദ്ര മിഷനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് നോക്കിയേ, പഞ്ചാബിൽ ഭട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? പഞ്ചാബിൽ ഭട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക ഇനമാണ് ക്യാരംസ് എന്ന് പറയുന്നത്. ഏതാണ് ക്യാരംസ്? ക്യാരംസ്, സ്നൂക്കർ, ബില്യാർഡ് എന്നീ ഇനങ്ങളെ പൊതുവെ ക്യൂ സ്പോർട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യൂ സ്പോർട്സിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ക്യാരംസ്, സ്നൂക്കർ, ബില്യാർഡ്. ക്യാരംസ് കളി ആരംഭിച്ചത് ഇന്ത്യയിലാണെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിൽ ഫിംഗർ ബില്യാർഡ്സ് എന്നും ക്യാരംസ് അറിയപ്പെടുന്നുണ്ട്. ക്യാരംസ് കളിക്കാൻ ഉപയോഗിക്കുന്ന ബോർഡിന് സാധാരണയായി 74 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ക്യാരംസ് കളിക്കാൻ ഉപയോഗിക്കുന്ന കരുക്കൾ കാരമൻ എന്നാണ് അറിയപ്പെടുന്നത്. ചുവപ്പ് നിറമുള്ള ക്യൂവിനാണ് ക്യാരംസിലെ ഏറ്റവും പ്രധാന കരു. ബോറിക് ആസിഡ് പൗഡറാണ് ക്യാരംസ് ബോർഡിൽ മിനുസം കിട്ടാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഏതാണ്? ബോറിക് ആസിഡ് പൗഡർ. സൂറിച്ച് ആസ്ഥാനമായ ഇൻ്റർനാഷണൽ ക്യാരം ഫെഡറേഷനാണ് ക്യാരംസ് കളിയെ നിയന്ത്രിക്കുന്ന രാജ്യാന്തര സംഘടന. 2 തവണ ക്യാരംസ് ലോകകപ്പ് നേടിയ ഇന്ത്യക്കാരിയാണ് തമിഴ്നാട് സ്വദേശിനി എസ് ഇളവഴകി. ലാത്വിയ, എസ്തോണിയ എന്നിവിടങ്ങളിൽ പ്രചാരമുള്ള ക്യാരംസ് കളിയുടെ വകഭേദമാണ് നൊവൂഡ്സ്. വിന്നിംഗ് ആൻഡ് ലൂസിംഗ് ക്യാരം ബോൾ ഗെയിംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇനമാണ് ബില്യാർഡ്സ്. ബില്യാർഡ്സ് കളി ഇംഗ്ലീഷ് ബില്യാർഡ് എന്നാണ് വ്യാപകമായി അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലാണ് ബില്യാർഡ്സ് വികസിച്ചത്. ഓക്കെ, ബില്യാർഡ്സിൽ ലോക ചാമ്പ്യനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് വിൽസൺ ജോൺസ്. ബോംബെ കടുവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ബില്യാർഡ്സ് താരമാണ് മൈക്കൽ ഫെരേര. മൈക്കൽ ഫെരാര എന്താണെന്നാണ് അറിയപ്പെടുന്നത്? ബോംബെ കടുവ എന്നാണ് അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ബോംബെ കടുവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ബില്യാർഡ്സ് താരമാരാണ്? മൈക്കൽ ഫെരേരയാണ്. ആരാണ്? മൈക്കൽ ഫെരേര. ബോംബെ കടുവ എന്നാണ് അറിയപ്പെടുന്നത്. 8 തവണ ബില്യാർഡ്സിൽ അമച്വർ ആൻഡ് പ്രൊഫഷണൽ ലോക ചാമ്പ്യനായ ഇന്ത്യക്കാരനാണ് ഗീത് സേഫി. ആരാണ്? ഗീത് സേഫി. സ്നൂക്കറിലും ബില്യാർഡ്സിലും ലോക ചാമ്പ്യന്മാരായ ഇന്ത്യക്കാരനാണ് പങ്കജ് അദ്വാനി. അപ്പോൾ സ്നൂക്കറിലും ബില്യാർഡ്സിലും ലോക ചാമ്പ്യനായ ഇന്ത്യക്കാരനാണ് പങ്കജ് അദ്വാനി. ഇന്ത്യയിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാർ കണ്ടുപിടിച്ച ഒരു കായികനമാണ് എന്ന് പറയുന്നത് സ്നൂക്കർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വെച്ച് കണ്ടുപിടിച്ചതാണ് ഇത് സ്നൂക്കർ. 1875 മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ആദ്യമായിട്ട് സ്നൂക്കർ നടന്നതെന്ന് കരുതപ്പെടുന്നു. സ്നൂക്കർ കളിയിൽ 8 നിറത്തിലുള്ള ബോളുകൾ ഉപയോഗിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് ഏതിനാണ്? കറുത്ത ബോളിനാണ്. സ്നൂക്കറിൽ 8 നിറത്തിലുള്ള ബോളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് കറുപ്പ് ബോളിനാണ്. അപ്പോൾ നമ്മളതിൽ കായികം എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷനുണ്ട് കേട്ടോ, കായികം. അപ്പോൾ ആ കായികം എന്നുള്ള പോർഷനിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉള്ള ഒരു പാർട്ടാണിത്. ഓക്കെ, കായികം എന്ന ഉള്ളത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണമെന്ന് കിട്ടും. അടുത്തത്, ഹിപ്പോകാമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? ഹിപ്പോകാമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? തലച്ചോറിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഇത് ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത്. മനുഷ്യരുടെയും മറ്റു നട്ടെല്ലുള്ള ജീവികളുടെയും തലച്ചോറിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത്. മനുഷ്യർക്കും മറ്റ് സസ്തനികൾക്കും 2 ഹിപ്പോകാമ്പസ് കാണപ്പെടുന്നു. ഇവ ഓരോന്നും മസ്തിഷ്കത്തിൻ്റെ ഓരോ വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. ഹിപ്പോകാമ്പസ് മസ്തിഷ്കത്തിലെ ലിംബിക് സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. സെറിബ്രൽ കോർട്ടക്സിൻ്റെ അലോകോർട്ടിക്കൽ കീഴിലാണ് ഹിപ്പോകാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത് ശരീരഭാഗം എവിടെയാണ്? തലച്ചോറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നിയില്ലേ? അപ്പോൾ പല ഏരിയയിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കിയതാണ്. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ +2 ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്